Hi friends, how are you doing? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് ദ ബെനിഫിറ്റ്സ് ഓഫ് ലേണിംഗ് ടു പ്രോഗ്രാം എ കമ്പ്യൂട്ടർ. പ്രോഗ്രാമിംഗ് പഠിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ. പ്രോഗ്രാമിംഗ് ആർക്കൊക്കെ പഠിച്ച് എങ്ങനെയൊക്കെ ഉപകാരപ്പെടുത്താം എന്നറിയാൻ കീപ് വാച്ചിങ്. ഈ അടുത്തൊരു പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് ഞാൻ കുറച്ചുപേർ പരിചയപ്പെട്ടു. അപ്പോൾ ഇവരായിട്ട് വർക്ക് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് ഇവർ അത്യാവശ്യം നല്ല സ്മാർട്ടാണ്, നല്ല ഐഡിയാസ് ഉണ്ട്, നല്ല ഹാർഡ് വർക്കിംഗ് ആണ്. പക്ഷെ ഇവർ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളും ഓട്ടോമേറ്റ് ചെയ്യാൻ സ്കോപ്പ് ഉള്ളതാണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഒരു ദിവസം ഞാൻ ഇവരോട് ചോദിച്ചു, നിങ്ങൾക്ക് പ്രോഗ്രാമിംഗ് പഠിക്കുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? നിങ്ങൾക്ക് പ്രോഗ്രാമിംഗ് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യണ പല വർക്കും ഓട്ടോമേറ്റ് ചെയ്ത് നിങ്ങളുടെ വർക്ക് കുറച്ചുകൂടി ഫാസ്റ്റ് ആക്കാൻ പറ്റും. നിങ്ങൾ 6 months പ്ലാൻ ചെയ്തേക്കുന്ന പ്രോജക്റ്റ് ഒരു 3 months ചിലപ്പോൾ തീർക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഈ ചോദ്യം കേട്ട ഇവരുടെ റെസ്പോൺസ് കേട്ട് ഞാനും അത്ഭുതപ്പെട്ടു. അപ്പോൾ ഇവർ അക്കാഡമിക്കലി ഒന്നും അധികം പഠിച്ചിട്ടില്ല. അപ്പോൾ ഇവരെന്നോട് ചോദിച്ചത്, പ്രോഗ്രാമിംഗ് ഞങ്ങൾക്കൊക്കെ ചെയ്യാൻ പറ്റുമോ? ഞങ്ങൾക്കൊക്കെ പഠിക്കാൻ പറ്റുന്ന സംഭവമാണോ പ്രോഗ്രാമിംഗ്? കാരണം BTechഉം MCA ഒക്കെ ചെയ്തിട്ടില്ല ആൾക്കാർ പ്രോഗ്രാമിംഗ് ചെയ്യണത്. അത് കൂടാതെ പിന്നെ ഇവർ ചോദിച്ചത്, പ്രോഗ്രാമിംഗ് ചെയ്യണമെങ്കിൽ നല്ല ഇംഗ്ലീഷൊക്കെ അറിയണ്ടേ? അപ്പം നമ്മുടെ സൊസൈറ്റിയിൽ കുറേ പേർക്കെങ്കിലും പ്രോഗ്രാമിങ്ങിനെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് ഇതാണെന്ന് എനിക്ക് തോന്നുന്നു. ഇത് ഒരു സെറ്റ് ഓഫ് ആൾക്കാർ. ഇനി വേറൊരു സെറ്റ് ഓഫ് ആൾക്കാരുണ്ട്, ഇവരെ നമ്മൾ കോളേജിലൊക്കെ കാണുന്നതാണ്. അപ്പോൾ ഒരു BTech പകുതിയൊക്കെ ആകുമ്പോഴത്തേനും ഇവർ തന്നെ തീരുമാനിക്കും, പ്രോഗ്രാമിംഗ് ഞങ്ങൾക്ക് പറ്റുന്ന പരിപാടിയല്ല, പ്രോഗ്രാമിങ്ങിന് ഭയങ്കര ലോജിക്ക് വേണം, പ്രോഗ്രാമിംഗ് ഡിഫിക്കൽട്ടാണ്, പ്രോഗ്രാമിങ്ങിന് നല്ല മാത്സ് അറിയണം. അപ്പോൾ ഇവർ ലാബിലൊക്കെ അത്യാവശ്യം പ്രോഗ്രാംസ് എഴുതിയിട്ടുള്ള ആൾക്കാരാണ്. എങ്കിലും ഇവർക്ക് പ്രോഗ്രാമിങ്ങിനെ പറ്റി പറയാനുള്ളൊരു സംഭവം ഇതാണ്. അപ്പോൾ BTech കഴിയാൻ ആവുമ്പോഴത്തേനും ഇവർ വേറെ പല പ്ലാനുകളൊക്കെ ആക്കും. എന്തായാലും കമ്പ്യൂട്ടർ സയൻസ് എടുത്തു, ഇനി പ്രോഗ്രാമിംഗ് അല്ലാണ്ട് IT വേറെ ഏത് മേഖലയിലേക്ക് കിടക്കാൻ പറ്റും? നെറ്റ്വർക്കിംഗ് പോകണോ, സെർവർ അഡ്മിനിസ്ട്രേഷൻ വേണോ, അതോ ഇനി MBA ഒക്കെ എടുത്ത് ഹയർ സ്റ്റഡീസിന് പോയിട്ട് മാനേജ്മെന്റ് സൈഡിലേക്ക് സ്വിച്ച് ചെയ്യണോ? അപ്പോൾ ഈ രണ്ട് കൂട്ടർക്കും പ്രോഗ്രാമിങ്ങിനെ കുറിച്ചുള്ളത് ചില അബദ്ധധാരണകളാണ്. ഇങ്ങനെയുള്ള അബദ്ധധാരണകളൊക്കെ മാറ്റി പ്രോഗ്രാമിംഗ് ആർക്ക് വേണമെങ്കിലും പഠിച്ച് ഡെവലപ്പ് ചെയ്യാവുന്ന സ്കില്ലാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കുകയാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ആദ്യം ചെയ്യേണ്ടത് പ്രോഗ്രാമിംഗ് പഠിക്കുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്താണെന്ന് നോക്കാം. എന്നാൽ മാത്രമേ പ്രോഗ്രാമിംഗിലേക്ക് ഇതുവരെ വരാത്ത നമ്മുടെ ഫ്രണ്ട്സിന് ഒരു മോട്ടിവേഷൻ, ഇൻസ്പിറേഷൻ ആവുള്ളൂ. പ്രോഗ്രാമിംഗ് പഠിക്കുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് മുഴുവനും ഒരു ചെറിയ വീഡിയോയിൽ പറയാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് എനിക്ക് അത്യാവശ്യം റെലവൻ്റായി ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയ ഒരു 4 പോയിന്റാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോണത്. ഒന്നാമത്തെ പോയിന്റ്, ഡെഫിനറ്റ്ലി കരിയർ. ഒരു നല്ല കരിയർ ബിൽഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യണ ആർക്കും ചൂസ് ചെയ്യാവുന്ന ഒരു വളരെ നല്ലൊരു പ്രൊഫഷനാണ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. വളരെയധികം ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു മേഖലയാണിത്. നമ്പർ ഓഫ് ഓപ്പർച്യൂണിറ്റീസും ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസും വളരെ കൂടുതലാണ് ഈ ഇൻഡസ്ട്രിയിൽ. ഇനി പേയ്മെന്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു സാലറി ഉള്ളൊരു തൊഴിൽ മേഖലയാണ് സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സിൻ്റെത്. ഈ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ജോലിയുടെ വേറൊരു പ്രത്യേകത, അത്യാവശ്യം ഫ്യൂച്ചർ പ്രൂഫ് ആയിട്ടുള്ള ഒരു ജോലിയാണിത്. നമുക്കറിയാം, നമ്മുടെ ചുറ്റും മുമ്പുണ്ടായിരുന്ന പല ജോബ് പൊസിഷൻസും ഇന്നില്ല. കാരണം ഇതൊക്കെ കമ്പ്യൂട്ടറൈസേഷന്റെ ഭാഗമായിട്ട് റീപ്ലേസ് ചെയ്ത് പോയി. ഇത് കമ്പ്യൂട്ടറൈസേഷൻ വന്നു തുടങ്ങിയ കാലം മുതലേ ഉണ്ട്. നിങ്ങൾക്ക് ചില ഉദാഹരണങ്ങൾ നോക്കുകയാണെങ്കിൽ, ട്രാഫിക് സിഗ്നൽസ് വന്നതോടുകൂടി ട്രാഫിക് പോലീസിന്റെ ജോലി ഇല്ലാതായി. നമ്മുടെ നാട്ടിൽ മുമ്പ് പരസ്യങ്ങൾക്ക് വലിയ ബോർഡിങ്സ് വരച്ചിരുന്ന സിനി ആർട്ടിസ്റ്റുകളുടെ പിക്ചേഴ്സ് വരച്ചുകൊണ്ടിരുന്ന വെരി ടാലന്റഡ് ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു. ഡിജിറ്റൽ ഫോട്ടോഗ്രാഫിയും ഡിജിറ്റൽ പ്രിന്റിങ്ങും വന്നതോടുകൂടി, ഫ്ലെക്സുകൾ വന്നതോടുകൂടി ഇവരുടെ ജോലി ഒറ്റയടിക്കാണ് ഇവർക്ക് പ്രതിസന്ധിയിലായത്. ബാങ്കിലെ ടെല്ലേഴ്സിന്റെ ജോലി ATM മെഷീൻസ് ഏറ്റെടുത്തു. കാഷിയേഴ്സിന്റെ ജോലി പലതും ഇപ്പോൾ ഓൺലൈൻ പേയ്മെന്റ് ആണ്. നമ്മുടെ റോഡുകളിൽ ടോൾ കളക്ട് ചെയ്തിരുന്ന ആൾക്കാരുണ്ട്. ഇന്നിപ്പോൾ ലോകം മൊത്തം ഇലക്ട്രോണിക് ടോൾ കളക്ടേഴ്സ് ആണ്. ഇപ്പോൾ ദുബായിൽ വന്നിട്ടുള്ള ആൾക്കാർക്ക് അറിയാം സാലിക് സിസ്റ്റംസ്. അതേപോലെ US-ലും യൂറോപ്പിലൊക്കെ ഫാസ്റ്റ് ട്രാക്ക് പോലത്തെ സർവീസ് ആണ്. നമ്മൾ വണ്ടി നിർത്തി ടോൾ പേ ചെയ്യുന്നതിന് പകരം നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി ടോൾ ചാർജ് കളക്ട് ചെയ്യുന്ന സിസ്റ്റംസ്. അപ്പൊ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് ഈ ജോലികളൊക്കെ മാറി അത് ഏറ്റെടുത്തത് സ്മാർട്ടർ കമ്പ്യൂട്ടർ സിസ്റ്റംസ് ആണ്. ഈ കമ്പ്യൂട്ടർ സിസ്റ്റംസ് ഉണ്ടാക്കണമെങ്കിലും സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ് അത്യാവശ്യമാണ്. അപ്പൊ ഈ സാഹചര്യങ്ങൾ മാറി, ജോലികൾ മാറി വരുമ്പോഴും സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സിനുള്ള റോള് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ടാണ് ഈ ജോലി അത്യാവശ്യം ഫ്യൂച്ചർ പ്രൂഫ് ആണ് എന്ന് പറഞ്ഞത്. സോഫ്റ്റ്വെയർ പ്രോഗ്രാമിംഗ് ജോബ്സിന്റെ വേറൊരു പ്രത്യേകത, ഇതൊരു ഗ്ലോബൽ കരിയർ ആണ്. നിങ്ങളൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിച്ച് അതിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് വേൾഡിൽ പിന്നെ എവിടെ പോയിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ സ്കിൽ സെറ്റ്സ് അതേപടി അവിടെയൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. വളരെ ചുരുക്കം പ്രൊഫഷൻസിൽ മാത്രമേ ഈ ഒരു പ്രത്യേകത ഉള്ളൂ.
മിക്ക ജോലിക്കും ഓരോ രാജ്യത്ത് പോകുമ്പോൾ അവിടുത്തേതായ പോളിസീസ്, ലോസ്, കൾച്ചർ ഇതൊക്കെ അനുസരിച്ച് ജോലിയുടെ രീതി മാറും. അപ്പൊ ഒരു പ്രത്യേക പ്രൊഫഷനിൽ വർക്ക് ചെയ്യുന്ന ആൾക്ക് ആ ഒരു പ്രത്യേക രാജ്യത്ത് വർക്ക് ചെയ്ത ഒരു എക്സ്പീരിയൻസ് മസ്റ്റാണ്. ഇതുകൊണ്ടാണ് ഗൾഫ് മേഖലയിലൊക്കെ ജോലി നോക്കുന്ന ആൾക്കാർക്ക് സ്ഥിരം കാണുന്ന ഒരു റിക്വയർമെന്റ് ആണ് ഗൾഫ് എക്സ്പീരിയൻസ് റിക്വയർഡ്. ഈ ഒരു പ്രശ്നം സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സിന് വരില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് കഴിഞ്ഞ ഒരു കൊല്ലമായിട്ട് ടെക്നോ പാർക്കിലെ ഒരു കമ്പനിയിൽ ജാവ ഡെവലപ്പറായിട്ട് വർക്ക് ചെയ്തിരുന്ന ഒരാൾ നാളെ US-ലൊരു കമ്പനി വന്നിട്ട് ഹയർ ചെയ്ത് അവരുടെ സിലിക്കൺ വാലി ഓഫീസിൽ കൊണ്ടിരുത്തിയിട്ട് ഒരു പ്രോജക്റ്റ് തന്ന് നിങ്ങളോട് വർക്ക് ചെയ്യാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അയാൾക്ക് നാട്ടിൽ വർക്ക് ചെയ്ത് കിട്ടിയ എക്സ്പീരിയൻസ് മുഴുവൻ അയാൾക്ക് അവിടെ അതേപടി യൂസ് ചെയ്യാൻ പറ്റും. ഇതാണ് ഈ ഒരു പ്രൊഫഷൻ്റെ വേറൊരു പ്രത്യേകത. പ്രോഗ്രാമിംഗ് ഒരു ജോലിയായിട്ട് എടുക്കുമ്പോഴുള്ള ബെനിഫിറ്റ്സ് ഇനിയും വളരെ അധികമാണ്. നമുക്കത് മറ്റൊരവസരത്തിൽ പറയാം. ഇനി പ്രോഗ്രാമിംഗ് പഠിക്കുന്നതുകൊണ്ടുള്ള സെക്കൻഡ് ബെനിഫിറ്റിൽ കിടക്കാം. ഈ ബെനിഫിറ്റ് എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആണ്. ഇത് സ്റ്റീവ് ജോബ്സിൻ്റെ ഒരു ഫേമസ് കൊട്ടേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. സ്റ്റീവ് ജോബ്സിൻ്റെ കോട്ട് ഇങ്ങനെയാണ്: "Everyone should know how to program a computer because it teaches you how to think." Yes, programming teaches you how to think. ഇതെങ്ങനെയാണെന്ന് നോക്കാം. ഓരോ സോഫ്റ്റ്വെയർ ഡെവലപ്പറും പ്രോഗ്രാമിംഗ് പഠിച്ച് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ അയാൾ അറിയാതെ അയാളുടെ മെൻ്റൽ സ്കിൽ സെറ്റ്സിൽ ചില ഇംപ്രൂവ്മെൻറ്റ്സ് വരും. ഫോർ എക്സാമ്പിൾ, ലോജിക്കൽ ആൻഡ് അനലിറ്റിക്കൽ തിങ്കിങ്, പ്രോബ്ലം സോൾവിങ് സ്കിൽസ്, ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റി മുതലായവ. ഇതെങ്ങനെയാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമുക്കൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പറിൻ്റെ നോർമൽ റൊട്ടീനിലേക്ക് നോക്കേണ്ടി വരും. ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പർ കാലത്ത് തന്നെ ഓഫീസിൽ പോകുമ്പോൾ അയാൾക്ക് ടാസ്കുകൾ അസൈൻഡ് ആയിരിക്കും. അപ്പോൾ ഇയാൾക്ക് പല രീതിയിലുള്ള ടാസ്കുകളായിരിക്കും കിട്ടുക. ചിലത് ഒരു ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യേണ്ടതായിരിക്കാം, ചിലപ്പോൾ ഒരു ആഴ്ച കൊണ്ട് കംപ്ലീറ്റ് ചെയ്യേണ്ടതായിരിക്കാം. ഒരു ടാസ്ക് ഒരു പ്രോഗ്രാമറിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതൊരു പ്രോബ്ലം പോലെയാണ്. ഇതിൻ്റെ സൊല്യൂഷൻ കാണലാണ് ഈ സോഫ്റ്റ്വെയർ ഡെവലപ്പറിൻ്റെ ജോലി. ഒരു ടാസ്ക്, ഒരു പ്രോബ്ലം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ ആ ടാസ്കിനെ അനലൈസ് ചെയ്യലാണ് ആ സോഫ്റ്റ്വെയർ ഡെവലപ്പറിൻ്റെ ജോലി. അപ്പോൾ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിലൂടെ ബാക്കിയുള്ള സിസ്റ്റത്തിൽ അതെങ്ങനെയാണ് ഫിറ്റ് ഇൻ ചെയ്യുന്നത്, റിക്വയർമെൻറ്റ്സ് പ്രോപ്പർ ആണോ എന്നൊക്കെ ഒരു ലാർജർ പെർസ്പെക്റ്റീവിൽ നിന്ന് അനലൈസ് ചെയ്യലാണ് ഫസ്റ്റ് ജോലി. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റേജിൽ ഒരു ഡീറ്റെയിൽ അനാലിസിസ് ആണ് നടത്തുന്നത്. ഇവിടെയാണ് ആ പ്രോബ്ലത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെന്ന് ഓരോ മൈന്യൂട്ട് ഡീറ്റെയിൽസും സ്റ്റഡി ചെയ്ത് ഇത് എങ്ങനെ സോൾവ് ചെയ്യാം എന്ന് പ്ലാൻ ചെയ്യുന്ന സ്റ്റേജ്. ഈ സ്റ്റേജിലാണ് ആ ഒരു പ്രോബ്ലം വീണ്ടും സ്പ്ലിറ്റ് ചെയ്ത് ചെറിയ ചെറിയ സബ് ടാസ്കുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. ചെറിയ ചെറിയ പ്രോബ്ലംസ് ആക്കി മാറ്റും. ചെറിയ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ കൂടുതൽ എളുപ്പമാണ്. ഇനി ഈ ചെറിയ പ്രോബ്ലംസിനെടുത്തിട്ട് അതിൽ പ്രയോറിറ്റൈസ് ചെയ്യും, ഏതാണ് ആദ്യം ചെയ്യേണ്ടത്. അതുവഴി ആ എല്ലാ പ്രോബ്ലംസും സോൾവ് ചെയ്ത് ആ വലിയ പ്രോബ്ലത്തിനുള്ളൊരു സൊല്യൂഷൻ കാണും. ഇതാണ് ടിപ്പിക്കലി ഓരോ സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സും ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി. അപ്പോൾ ഈ ഒരു പാറ്റേൺ ഓഫ് തിങ്കിങ് സാവകാശം അയാളുടെ ഡെയിലി ലൈഫിലും റിഫ്ലക്റ്റ് ചെയ്യും. അങ്ങനെ റിയൽ ലൈഫിൽ ഇദ്ദേഹത്തിന് ഫേസ് ചെയ്യേണ്ടി വരുന്ന ഇഷ്യൂസും അത് അനലൈസ് ചെയ്ത് സിസ്റ്റമാറ്റിക് ആയിട്ട് പ്ലാൻ ചെയ്ത് ചെറിയ ചെറിയ പ്രോബ്ലംസ് ആയിട്ട് അതിനുള്ളൊരു സൊല്യൂഷൻ കാണാനുള്ളൊരു എബിലിറ്റി ഈ സോഫ്റ്റ്വെയർ ഡെവലപ്പർ അക്വയർ ചെയ്യും. ഇനി പ്രോഗ്രാമിംഗ് പഠിക്കുന്നതുകൊണ്ടുള്ളൊരു തേർഡ് ബെനിഫിറ്റ്, ഇറ്റ്സ് റെഡി ടു യൂസ്. നമ്മൾ സ്കൂളിലും കോളേജിലും യൂണിവേഴ്സിറ്റിയിലൊക്കെ കണ്ടമാനം കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും ഇതൊന്നും അത്ര ഇൻട്രസ്റ്റോട് കൂടി ആയിരിക്കില്ല നമ്മൾ പഠിച്ചത്. ഇതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ റിയൽ ലൈഫായിട്ട് പലപ്പോഴും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ഇനി റിലേറ്റ് ചെയ്യാൻ പറ്റിയാൽ തന്നെ ഇത് നമ്മുടെ റിയൽ ലൈഫിൽ അപ്ലൈ ചെയ്യാനുള്ള സ്കോപ്പ് വളരെ കുറവാണ്. ഇതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് അക്കാഡമിക് എഡ്യൂക്കേഷൻ വളരെ ബോറിംഗ് ആയി തോന്നുന്നത്. ഇവിടെയാണ് സോഫ്റ്റ്വെയർ പ്രോഗ്രാമിംഗ് പഠിക്കുമ്പോൾ ഉള്ളൊരു വ്യത്യാസം. നിങ്ങൾ പ്രോഗ്രാമിംഗിൽ പഠിക്കുന്ന ഓരോ ചെറിയ കാര്യങ്ങളും അപ്പോൾ നിങ്ങളുടെ റിയൽ ലൈഫിൽ ബെനിഫിറ്റ് വരാവുന്ന രീതിയിൽ ചെയ്യാനുള്ളൊരു സ്കോപ്പ് ഇവിടെ ഉണ്ട്. ഇന്നത്തെ കാലത്ത് ഓൾമോസ്റ്റ് എല്ലാവരും സ്മാർട്ട് ഫോൺസും കമ്പ്യൂട്ടേഴ്സും ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. അപ്പം മുമ്പ് ഉണ്ടായിരുന്നതിലും വ്യത്യാസമായിട്ട് ഇന്ന് നിങ്ങൾ ചെയ്യുന്ന ഒട്ടുമിക്ക കാര്യങ്ങളും ഒന്നിലെ സ്മാർട്ട് ഫോണിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ ഓൺലൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം നമ്മുടെ ലൈഫിൽ റിപ്പീറ്റഡ് ആയി ചെയ്യുന്ന പല കാര്യങ്ങളും നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. ഇതുവഴി നമ്മുടെ റിയൽ ലൈഫിലെ പല കാര്യങ്ങളും ഓട്ടോമേറ്റ് ചെയ്ത് കൂടുതൽ പ്രൊഡക്റ്റീവ് ആക്കാൻ പറ്റും. ഓരോരുത്തരുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് കൂടുതൽ ഫണ്ണുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ചില ഉദാഹരണങ്ങൾ പറഞ്ഞാൽ, നിങ്ങളുടെ സ്മാർട്ട് ഫോൺസിൽ ഡെയിലി എടുക്കുന്ന ഫോട്ടോസ് രാത്രി ഒരു പെർട്ടിക്കുലർ ടൈം ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ലാപ്ടോപ്പിലേക്ക് ബാക്കപ്പ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കാം. ഇനി നിങ്ങൾക്ക് കുറേ ഫോട്ടോസ് നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യണം. അതിനുവേണ്ടി ഫയൽസ് ഒന്നിച്ച് റീസൈസ് ചെയ്യണം. അതിൽ ഓരോന്നിലും വാട്ടർമാർക്ക് ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒരു സിംഗിൾ ക്ലിക്കിൽ വർക്ക് ചെയ്യാവുന്ന ഒരു പ്രോഗ്രാം ആക്കി മാറ്റാൻ നിങ്ങൾക്ക് പറ്റും.
ഇനി വിൻഡോസ് ഫോണിന് വേണ്ടി മുമ്പ് ഞാൻ ഉണ്ടാക്കിയൊരു മ്യൂസിക് പ്ലെയർ, ആ മ്യൂസിക് പ്ലെയറിൽ ഏത് MP3 ഫയൽ പ്ലേ ചെയ്താലും അതിൻ്റെ ലിറിക്സ് ഓട്ടോമാറ്റിക്കലി അത് ഇൻ്റർനെറ്റിൽ നിന്ന് പോയി എടുത്തുകൊണ്ട് വന്നിട്ട് നിങ്ങൾക്ക് ആ പ്ലെയറിൽ കാണാൻ പറ്റും. ഇങ്ങനെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയും ഐഡിയാസും അനുസരിച്ച് നിങ്ങൾക്ക് തന്നെ ഫണ്ണായ രീതിയിൽ യൂസ് വരുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് സ്വന്തം ചെയ്യാൻ പറ്റും പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കുന്നതിലൂടെ. ഇനി നമുക്ക് പ്രോഗ്രാമിംഗ് പഠിക്കുന്നതിൻ്റെ 4ാമത്തെ ബെനിഫിറ്റിൽ കിടക്കാം. ABCC എനിബഡി ക്യാൻ കോഡ്. പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് ആർക്ക് വേണമെങ്കിലും പഠിച്ച് ഡെവലപ്പ് ചെയ്യാവുന്ന ഒരു സ്കില്ലാണ്. 7 വയസ്സുള്ള ഒരു കുട്ടിയാണെങ്കിലും 70 വയസ്സുള്ള ഒരാളാണെങ്കിലും പ്രോഗ്രാമിംഗ് പഠിച്ചു തുടങ്ങാൻ പറ്റും. ഒരു എൻട്രി ബാരിയേഴ്സും ഇല്ലാത്തൊരു മേഖലയാണ് സോഫ്റ്റ്വെയർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. ഇവിടെ പ്രായം ഒരു പ്രശ്നമല്ല, ദേശം, ഭാഷ, എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട്, ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഇതൊന്നും ഒരു പ്രോബ്ലം അല്ല. നിങ്ങൾക്കൊരു കമ്പ്യൂട്ടറും ഇൻ്റർനെറ്റ് കണക്ഷനും ഉണ്ടെങ്കിൽ ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജും അനായാസം പഠിച്ച് നിങ്ങൾക്ക് രസകരമായ പല പ്രോഗ്രാംസും ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾക്ക് പലപ്പോഴും എത്ര ആഗ്രഹം ഉണ്ടെങ്കിലും ചില പ്രൊഫഷൻസിലൊക്കെ എത്തിപ്പെടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര എളുപ്പമല്ല. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്കൊരു പൈലറ്റ് ആവണമെന്നുണ്ടെങ്കിൽ വളരെയധികം ചിലവുണ്ടത്. വളരെ കൊല്ലങ്ങളുടെ പഠിത്തം വേണം, ഫ്ലൈറ്റ് പറത്തിയുള്ള എക്സ്പീരിയൻസ് വേണം. ഈ ഓരോ മണിക്കൂർ ഫ്ലൈയിങ് അവേഴ്സും വളരെ എക്സ്പെൻസീവ് ആണ്. ഇതൊക്കെ കഴിഞ്ഞ് ഒരു ട്രെയിനിയായി, കോ പൈലറ്റായി വളരെ കൊല്ലങ്ങൾ കഴിഞ്ഞാലേ നിങ്ങൾക്കൊരു മെയിൻ പൈലറ്റായി മാറാൻ പറ്റുള്ളൂ. ഇങ്ങനെയുള്ള ഒരു ലിമിറ്റേഷനും ഇല്ലാതെ വേറെ ഏത് പ്രൊഫഷനിലുള്ള ഒരാളാണെങ്കിലും നിങ്ങൾക്ക് സൈഡായിട്ട് പഠിച്ചൊരു ഹോബി ആയിട്ട് കൊണ്ട് നടക്കാവുന്ന ഒരു സ്കിൽ സെറ്റാണ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ജോലിക്ക് വേണ്ടിയാണെങ്കിലും ഒരു സെൽഫ് ഇംപ്രൂവ്മെൻറ്റിന് വേണ്ടിയാണെങ്കിലും ഒരു ഹോബിക്ക് വേണ്ടിയാണെങ്കിലും സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് എല്ലാവർക്കും പഠിച്ച് എൻജോയ് ചെയ്യാവുന്ന ഒരു മേഖലയാണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനിയും പ്രോഗ്രാമിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ വീഡിയോസ് ആയിട്ട് വരാം. അപ്പോൾ അതിന് ഈ വീഡിയോനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടുതൽ ചോദ്യങ്ങളും എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഇഫ് യു ലൈക്ക് ദ വീഡിയോ, സപ്പോർട്ട്, സബ്സ്ക്രൈബ്. സീ യു നെക്സ്റ്റ് ടൈം.